പ്രിയപ്പെട്ടവരെ, നല്ല രുചികരമായ ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്രഷ് നെല്ലിക്ക, പച്ച നെല്ലിക്ക 1 കിലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവിയൊക്കെ കയറ്റി ഒന്നൊന്ന് പുഴുങ്ങിയെടുക്കാം. നല്ലോണം പുഴുങ്ങണ്ട, കഷ്ടിച്ച് നമുക്ക് ഇതിൽ നിന്നിങ്ങനെ അല്ലികളൊക്കെ വേർതിരിച്ച് കിട്ടുന്ന രീതിയിൽ ഒക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ചില നെല്ലിക്ക അത്ര ആയിട്ടില്ല കേട്ടോ, അത്ര പുഴുങ്ങിയിട്ടില്ല. എന്നിരുന്നാലും നമുക്കിതിൻ്റെ അല്ലികളൊക്കെ വേർതിരിച്ചെടുക്കാൻ പെട്ടെന്ന് കിട്ടും. ശേഷം ഒരു മൺചട്ടിയിൽ 2-3 ടേബിൾ സ്പൂൺ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് അത് പൊട്ടിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 10-30 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല, അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 10-15 എരിവുള്ള പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഇളക്കുക. ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. ഇളക്കിക്കൊണ്ടേയിരിക്കുക. കറിവേപ്പിലയൊക്കെ ഇട്ട ശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ കുരുക്കെ കളഞ്ഞ് ഇല്ലികളായി അടർത്തിയെടുത്ത നെല്ലിക്ക ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നല്ലോണം ഇളക്കി ഈ മസാലകളൊക്കെ തമ്മിൽ പിടിച്ച ശേഷം നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് നെല്ലിക്ക അച്ചാർ കിട്ടിയിട്ടുണ്ടാവും. ഇതിലധികം കളറൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ കാശ്മീരി മുളക് പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കുക. ശേഷം ഈ ഒരു ചട്ടി മാറ്റി വെച്ച് നമുക്ക് അടുത്തൊരു ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ചിട്ട് ചൂടായ ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും ഇട്ട് നന്നായി വറുക്കുക. ഒരു ഹാഫ് വറവൊക്കെ ആവുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് നന്നായി വറുക്കുക. അങ്ങനെ നമ്മൾ ഈ ഉലുവയും കടുകും കറിവേപ്പിലയും ഒരുപോലെ വറവായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. ഈ പൊടി നമുക്ക് വീണ്ടും നമ്മുടെ അച്ചാറിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ച ശേഷം സ്റ്റൗവിൽ വെച്ച ശേഷം നമുക്ക് ഈ ഒരു പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഒരു തിക്കാവും കേട്ടോ. ഈ ഒരു പൊടി ഇട്ടാൽ നമ്മുടെ ഈ നെല്ലിക്ക നല്ലോണം തിക്കായി വരും. ആ സമയത്ത് നമുക്ക് 1 കപ്പ് സുർക്ക അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ അച്ചാർ നല്ലോണം ലൂസാവും. പക്ഷേ ലൂസായി വന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായി വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉലുവപ്പൊടിയും കടുക് പൊടിയും ഈ ഒരു അച്ചാറിനെ നല്ലോണം തിക്കാക്കി മാറ്റും. അപ്പോൾ ഇത് നല്ല ഒരു കുഴമ്പ് രൂപത്തിലാവും ഈ ഒരു നെല്ലിക്ക അച്ചാർ. അപ്പോൾ നമുക്ക് ഈ ഒരു സുർക്ക ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ചാലേ നമുക്കിത് കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിനാഗിരിയും ഒക്കെ ഉണ്ടായത് കൊണ്ട് ഇത് കുറേ കാലമൊക്കെ ഈ ഒരു നെല്ലിക്ക അച്ചാർ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. തിളപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായി തണുത്ത ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. ഞാൻ പൊട്ടുന്ന കുപ്പിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും സുർക്ക ചേർത്ത് ഇതിനൊന്നും കൂടി ലൂസാക്കുകയും ചെയ്യാം.